നമസ്കാരം, ഞാൻ സജീഷ് ഗോവിന്ദൻ. ഡ്രൈവിംഗ് പഠിക്കുന്ന ആളുകൾക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ടാവും പഠിക്കുന്ന സമയത്ത്. എന്നാൽ പഠിച്ചു കഴിഞ്ഞാലോ പിന്നീട് ആ ടെൻഷനൊക്കെ പോയി നല്ല ആത്മവിശ്വാസത്തോടെ ഡ്രൈവ് ചെയ്യും. അങ്ങനെയുള്ള ആളുകളോട് ഞാൻ എപ്പോഴും പറയാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ശ്രദ്ധയോടുകൂടി മാത്രമേ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. എത്ര ആത്മവിശ്വാസമുണ്ടെങ്കിലും ശ്രദ്ധ ഒട്ടും കുറഞ്ഞു പോകരുത്. ശ്രദ്ധ മരിക്കുന്നിടത്താണ് അപകടം ജനിക്കുന്നതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു അപകടത്തിന്റെ ഭീകര ദൃശ്യങ്ങളാണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. എറണാകുളത്ത് വെച്ച് ഇന്നലെ നടന്ന ഒരു അപകടമാണ്. ഇവിടെ നിങ്ങൾ നോക്കുക, കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അപകടത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ഞെട്ടിപ്പോകരുത്. അതിന് പകരം നിങ്ങൾ അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എങ്ങനെയായിരിക്കാം ഈ ഒരു അപകടം ഉണ്ടായതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ദൃശ്യങ്ങൾ കണ്ടു നോക്കൂ. ദൃശ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. വാഹനങ്ങളെല്ലാം റോഡിലൂടെ പോകുന്നത് ഇടത് സൈഡ് ചേർന്നിട്ടാണ്. ഇവിടെ ആക്സിഡൻറ്റ് നടന്നിരിക്കുന്നത് എവിടെയാണ് നിങ്ങൾ നോക്കുക. വലത് സൈഡിലാണ് ആക്സിഡൻറ്റ് നടന്നിരിക്കുന്നത്. ഇടത് സൈഡിലൂടെ പോകേണ്ട വാഹനം മാറി വലത് സൈഡിലേക്ക് പോയിട്ടാണ് ആക്സിഡൻറ്റ് സംഭവിച്ചിരിക്കുന്നത്. ഇനി ഈ ആക്സിഡൻറ്റ് ഭീകരമാണ് എന്ന് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഒരു ട്രാൻസ്ഫോമറിൻ്റെ സൈഡിലേക്കാണ് ഇത് പോയിരിക്കുന്നത്. നോക്കിയേ നിങ്ങൾ, ഈ ഒരു റോഡിലൂടെ ഇടതുവശം ചേർന്ന് വരേണ്ട വാഹനം വലത് സൈഡിലേക്ക് പോയിരിക്കുന്നു. കണ്ടില്ലേ? വാഹനം ചെന്നിടിച്ചിരിക്കുന്ന ആ ഒരു പൊസിഷൻ നിങ്ങൾ കാണുക കൃത്യമായിട്ടും. ട്രാൻസ്ഫോമർ ഇവിടെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. ഞാനിപ്പോൾ ഇതാ ഈ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നോക്കിയേ, ഇത് ട്രാൻസ്ഫോമർ ഇവിടെ കാണാം. വാഹനം എവിടെയാണ് ഇടിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ നോക്കുക. കണ്ടില്ലേ? ഇതാ ഈ ഒരു ഗ്രില്ലിൻ്റെ ഭാഗത്താണ് ഇടിച്ചിരിക്കുന്നത്. ഇടിച്ചതിന് ശേഷം ഇതാ വാഹനം ഇതേപോലെ ലോക്കായി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. കമ്പിയൊക്കെ ഇതാ ഉള്ളിലേക്ക് ഇങ്ങനെ വളഞ്ഞിട്ടുണ്ട്. ഇവിടെയുള്ള പോസ്റ്റ് ഒടിഞ്ഞു പോയിട്ടുണ്ട്. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. കണ്ടില്ലേ? ഇതാ പോസ്റ്റ് ഒടിഞ്ഞു പോയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അത്ര ശക്തമായിരുന്നു ആക്സിഡൻറ്റ് എന്നർത്ഥം. അതിൻ്റെ ഒരു ആഘാതമാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇതിനകത്തുള്ള എയർ ബാഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. 2 എയർ ബാഗും ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ ഒരു ഫ്രണ്ട് ഭാഗം നോക്കുക. കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രമാത്രമാണ് ആഘാതം ഉണ്ടായിരിക്കുന്നതെന്ന് ഏകദേശം മനസ്സിലാകും. ഫ്രണ്ട് ഭാഗം മൊത്തമായി തകർന്നു പോയിട്ടുണ്ട്. വിൻഷീൽഡ് ഗ്ലാസ് കംപ്ലീറ്റ് ആയിട്ട് പൊടി ആയിട്ടുണ്ട്. അതിൻ്റെ കുറേ ഭാഗങ്ങൾ സീറ്റിലൊക്കെ ഉണ്ട്. ഇനി അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞു എയർ ബാഗ് 2ഉം വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന്. അത് ഓപ്പൺ ആയിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. കണ്ടില്ലേ? എയർ ബാഗ് കൃത്യമായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഫ്രണ്ടിലുള്ള 2 എയർ ബാഗുകളും ഓപ്പൺ ആയിട്ടുണ്ട്. കറക്റ്റായിട്ട് എന്തായാലും ആ കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് നടന്ന ആക്സിഡൻ്റ് ആണിത്. ബാക്കി ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഡ്രൈവർക്ക് എത്ര പരിക്കുണ്ടെന്നോ കൂടെ എത്ര പേരുണ്ടായിരുന്നെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് അറിയില്ല. എന്നാലും ഈ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചു. കണ്ട് മനസ്സിലാക്കുക. വളരെ ശ്രദ്ധയോടുകൂടി മാത്രം ഡ്രൈവ് ചെയ്യുക. ഇവിടെ നേരെ പോയി കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോയിരുന്നെങ്കിൽ ട്രാൻസ്ഫോമറിനായിരുന്നു ഇടിക്കേണ്ടത്. ആ പോസ്റ്റ് ഉള്ളത് കൊണ്ട് പോസ്റ്റിന് ഇടിച്ച് അവിടെ നിന്നു. കറണ്ട് ഉള്ള സമയത്താണോ അല്ലാത്ത സമയത്താണോ ആക്സിഡൻറ്റ് നടന്നത് എന്നൊന്നും അറിയില്ല. എന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ട്രാൻസ്ഫോമറിലേക്ക് നേരിട്ട് ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പോൾ ഈ ഒരു ദൃശ്യത്തിൽ നിന്നും കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി പാഠങ്ങൾ ഉൾക്കൊള്ളുക. വാഹനം ഓടിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി മാത്രം ഡ്രൈവ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര ആത്മവിശ്വാസമുണ്ടെങ്കിലും ശ്രദ്ധ ഒട്ടും കുറഞ്ഞു പോകരുത്.